വെൽക്കം സ്റ്റുഡൻസ്. നമുക്കൊന്ന് പഠിക്കാനുള്ളത് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 സൊസൈറ്റി ആൻഡ് എക്കോണമി ഇൻ മിഡീവിയൽ ഇന്ത്യ എന്ന ഭാഗമാണ്. അതിലെ കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ഇൻ മിഡീവിയൽ ഇന്ത്യയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫാം ലാൻഡ്സ് ആണ്. ആദ്യം ടൈപ്സ് ഓഫ് ഫാം ലാൻഡ്സ്. ദ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ഓഫ് ദി ചോള പീരീഡ് കൺഫേം ദാറ്റ് ദർ വർ 4 ടൈപ്സ് ഓഫ് ഫാം ലാൻഡ്സ്. അപ്പം 4 ടൈപ്സ് ഓഫ് ഫാം ലാൻഡ്സ് ആണ് ചോള ഭരണകാലത്തെ ചരിത്ര സ്രോതസ്സുകൾ നമുക്ക് നൽകുന്ന വിവരമനുസരിച്ചുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ബ്രഹ്മധേയ. ബ്രഹ്മധേയ ഇസ് ദ ലാൻഡ് റിസീവ്ഡ് ബൈ ബ്രാഹ്മിൻസ് ആസ് ദി ഗിഫ്റ്റ്. അതായത് ബ്രാഹ്മണന്മാർക്ക് ദാനം ലഭിച്ച ഭൂമിയാണ് ബ്രഹ്മധേയ. ദ നെക്സ്റ്റ് വൺ ഈസ് ദേവദാന. ദ ലാൻഡ് ഡൊണേറ്റഡ് ടു ദി ടെമ്പിൾസ്. അമ്പലങ്ങൾക്ക് ദാനമായി ലഭിച്ചതാണ്, ക്ഷേത്രങ്ങൾക്ക് ലഭിച്ച ഭൂമിയാണ് ദേവദാന എന്ന് പറയുന്നത്. ദെൻ വെള്ളൻ വകൈ എന്ന് വെച്ചാൽ ദ ലാൻഡ് ഓൺഡ് ബൈ ദി പെസൻസ്, അതായത് കർഷകരുടെ കയ്യിലുള്ള ഭൂമിയാണ്. നെക്സ്റ്റ് വൺ ഈസ് പള്ളിച്ചാണ്ടം. ദ ലാൻഡ് ഡൊണേറ്റഡ് ടു ജൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അടുത്തത് പള്ളിച്ചാണ്ടം എന്ന് വെച്ചാൽ ജൈന സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമിയാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹാൻഡി വർക്ക് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് എന്ന് വെച്ചാൽ കൈത്തൊഴിലും കരകൗശലവും. ലെറ്റ് us എക്സാമിൻ അതർ മീൻസ് ദി പീപ്പിൾ ഓഫ് മിഡീവിയൽ ഇന്ത്യ അഡോപ്റ്റഡ് ഫോർ ദിയർ ലൈവ്ലിഹുഡ്. അപ്പോൾ കൃഷിയായിരുന്നു അവരുടെ ഒന്നാമത്തെ ഉപജീവന മാർഗം. അതുകൂടാതെ മറ്റെന്തെല്ലാം മാർഗങ്ങളാണ് മധ്യകാല ഇന്ത്യയിലെ ജനങ്ങൾ സ്വീകരിച്ചതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കാം. Several industries based on agricultural products developed. For example, products like oilseeds, sugarcane, indigo, and cotton led to the development of small-scale industries like edible oil, jaggery, weaving, and dyeing. കൃഷി കൂടാതെ എന്തെല്ലാം ഉപജീവന മാർഗങ്ങൾ, അതായത് കാർഷികോൽപ്പന്നങ്ങളെ ആശ്രയിച്ചിട്ട് നിരവധി വ്യവസായങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എണ്ണക്കുരുക്കൾ, കരിമ്പ്, പരുത്തി, നീലം എന്നിവ, എണ്ണയാട്ടൽ, പിന്നീട് ശർക്കര നിർമ്മാണം, തുണി നെയ്ത്ത്, ചായം മുക്കൽ എന്നീ ചെറുകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് ഇടയാക്കി. പിന്നെ അവയിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നെയ്ത്ത്. Weaving was important among them. The use of charka is a domestic spinning wheel, was the key factor that facilitated development of textile industries. It was in the 14th century that charka began to be used in India. Indians adopted this technology from Chinese. With the advent of charka, the production of yarn increased by 6 times. അപ്പോൾ തുണി നിർമ്മാണ രംഗത്ത് പുരോഗതിയെ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ചർക്കയുടെ ഉപയോഗം. 14ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ചർക്ക ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. ചൈനയിൽ നിന്നാണ് ഇന്ത്യക്കാർ ഈ സാങ്കേതിക വിദ്യ പഠിച്ചെടുത്തത്. ചർക്കയുടെ ഉപയോഗത്തോടെ നൂൽ നിർമ്മാണ രംഗത്ത് 6 മടങ്ങ് വർധനവുണ്ടായി. Weaving also advanced along with spinning. The invention of loom brought tremendous changes in weaving. The technology for production of silk from silkworms also spread widely during that period. വീവിങ് എന്ന് വെച്ചാൽ നെയ്ത്താണ്. നൂൽപ്പിനൊപ്പം നെയ്ത്തിലും അക്കാലത്ത് പുരോഗതി ഉണ്ടായി. ചവിട്ടി പ്രവർത്തിപ്പിക്കുന്ന തറി, അതാണ് ലൂം എന്ന് പറയുന്നത്. ഇതിൻ്റെ കണ്ടുപിടുത്തം തുണി നിർമ്മാണ രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടാക്കി. പട്ടുനൂൽ പുഴുവിൽ നിന്ന് നൂലുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയും അക്കാലത്ത് പ്രചാരത്തിൽ വന്നു. It was in Bengal that pioneered the production of silk in the 14th century. അതായത് 14ാം നൂറ്റാണ്ടിൽ ബംഗാളിലാണ് ഇത് ആരംഭിച്ചത്, ഈ പട്ടുനൂൽ പുഴുക്കളിൽ നിന്നും നൂലുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദി പ്രൊഡക്ഷൻ ഓഫ് കാർപ്പറ്റ് ആൻഡ് പേപ്പർ were other major handicrafts prevalent then. പരവതാനി, കടലാസ് എന്നിവയുടെ നിർമ്മാണമായിരുന്നു കരകൗശല മേഖലയിലെ മറ്റു പ്രധാന തൊഴിലുകൾ. ഇന്ത്യൻ നിർമ്മിത പരവതാനി, കാർപ്പറ്റ് എന്ന് വെച്ചാൽ പരവതാനിയാണ്, വിദേശ കമ്പോളങ്ങളിലേറെ പ്രചാരം നേടിയിരുന്നവ ആയിരുന്നു. There was great demand for Indian carpets in foreign market. In India, paper began to be used in the 13th century. അപ്പം ഇന്ത്യയിൽ പേപ്പർ ഉപയോഗിക്കാൻ തുടങ്ങിയത് 13ാം നൂറ്റാണ്ടിലാണ്. മെറ്റലർജി ആൻഡ് മൈനിങ് were other industries that flourished in this period. അപ്പം ലോഹ സംസ്കരണം, ഖനന വ്യവസായം എന്നിവയ്ക്കും അക്കാലത്ത് പുരോഗതി ഉണ്ടായി.
Those who were engaged in metallurgy mostly produced agricultural tools and war equipments. The production of horseshoe and iron stirrup made drastic changes in war technology. ലോഹ സംസ്കരണ രംഗത്ത് പ്രവർത്തിച്ചിരുന്നവർ പ്രധാനമായും നിർമ്മിച്ചത് കാർഷിക ഉപകരണങ്ങളും യുദ്ധ ഉപകരണങ്ങളുമായിരുന്നു. ഇരുമ്പ് കൊണ്ടുള്ള ലാടം, അതാണ് ഹോഴ്സ് ഷൂ. സവാരിക്കാർക്ക് കാലുകൾ വയ്ക്കാൻ കുതിരയുടെ മുകളിൽ തൂക്കിയിട്ടിരുന്ന ഇരുമ്പ് ചവിട്ടി, അയൺ സ്റ്റിറപ്പ് എന്നാണ് അതിൻ്റെ പേര്, എന്നിവ യുദ്ധരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. Copper and gems were mined from Rajasthan and Golconda respectively. Salt production was another important occupation that thrived much in the spirit. Seashore, salt rocks and salt lakes were the major sources of salt. രാജസ്ഥാനിൽ നിന്ന് ചെമ്പും ഗോൽക്കൊണ്ടയിൽ നിന്ന് രത്നവും ഖനനം ചെയ്തിരുന്നു. പിന്നീട് ഉപ്പ് നിർമ്മാണമായിരുന്നു വികാസം പ്രാപിച്ച മറ്റൊരു തൊഴിലെന്ന് പറയുന്നത്. കടൽ തീരങ്ങൾ, ഉപ്പ് പാറകൾ, ഉപ്പ് തടാകങ്ങൾ എന്നിവ ഉപ്പിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളായിരുന്നു. വെസ്റ്റ് പഞ്ചാബ് ആൻഡ് സാംഭാർ ഇൻ രാജസ്ഥാൻ വർ ദ ചീഫ് സോൾട്ട് പ്രൊഡ്യൂസിങ് സെൻറ്റേഴ്സ്. അതായത് പശ്ചിമ പഞ്ചാബ്, രാജസ്ഥാൻ്റെ സാംഭാർ എന്നിവ ഉപ്പ് നിർമ്മാണ കേന്ദ്രങ്ങളായിരുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ്. The surplus production helped the growth of commerce. The commercial centers in India attracted traders from all over the world. ഉൽപാദന രംഗത്തുണ്ടായ മിച്ചം, അതാണ് സർപ്ലസ് പ്രൊഡക്ഷൻ. അത് വാണിജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായി. ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ആകർഷിച്ചു. ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നോക്കാം. ദ മേജർ കൺട്രീസ് ദാറ്റ് ഹാഡ് ട്രേഡ് റിലേഷൻ വിത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ് ആർ ലിസ്റ്റഡ് ബിലോ. സുമാത്ര ആൻഡ് ജാവ, ഇന്തോനേഷ്യ. പേർഷ്യ, ഇറാൻ. ഹോളണ്ട്, ഇംഗ്ലണ്ട്. ചൈന, പോർച്ചുഗൽ, ഫ്രാൻസ്. നമ്മളിപ്പോൾ പറഞ്ഞ രാജ്യങ്ങളുടെ പേരുകൾ അവിടെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന മാപ്പിൽ അറ്റ്ലസിൻ്റെ സഹായത്തോടുകൂടി നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. India had a maritime trade relation with foreign countries. The two major inland trade routes were from Lahore in the present Pakistan to Kabul in the present Afghanistan, and from Multan in the present Pakistan to Kandahar in the present Afghanistan. ഇന്ത്യക്ക് കടൽ വഴി, അതായത് മാരിടൈം, കരവഴി, അതായത് ഇൻലാൻഡ് ആയിട്ടുള്ള ട്രേഡ്, വിദേശ രാജ്യങ്ങളുമായിട്ടും വാണിജ്യബന്ധം ഉണ്ടായിരുന്നു. കരവഴിയുള്ള രണ്ട് പ്രധാന വാണിജ്യ മാർഗങ്ങളായിരുന്നു ലാഹോറിൽ നിന്നും കാബൂളിലേക്കും മുൾത്താനിൽ നിന്നും കാണ്ടഹാറിലേക്കും ഉള്ള പാതകൾ. ദി മാരിടൈം ട്രേഡ് വാസ് ഓൾസോ നോൺ ആസ് കോസ്റ്റ് ലൈൻ ട്രേഡ്. കടൽ വഴിയുള്ള വാണിജ്യം തീരദേശ വാണിജ്യമെന്നും അറിയപ്പെട്ടു. ക്യാമ്പെ, ബ്രോച്ച്, സൂറത്ത്, ഗോവ, നാഗപട്ടണം, മസൂലിപ്പട്ടണം, കോഴിക്കോട് ആൻഡ് കൊല്ലം വേർ ദി മേജർ പോർട്ട്. മേജർ പോർട്ട്സ് എന്ന് വെച്ചാൽ തുറമുഖങ്ങൾ എന്ന് പറഞ്ഞിരുന്നത് കാമ്പെ, ബ്രോച്ച്, സൂറത്ത്, ഗോവ, നാഗപട്ടണം, മസൂലിപ്പട്ടണം, കോഴിക്കോട്, കൊല്ലം എന്നിവയായിരുന്നു. The major trade groups and the domains of their influence are given below. The trade groupsനെ പ്രധാനപ്പെട്ട ട്രേഡ് ഗ്രൂപ്പ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് മാർവാഡീസും ഗുജറാത്തീസും ആണ്. അതിൽ കോസ്റ്റ് ലൈൻ ട്രേഡ് ആയിരുന്നു അവരുടെ. ദെൻ മുൾത്താൻസും ഖുറാസോനിസ്, അത് ഇൻലാൻഡ് ട്രേഡ് ആയിരുന്നു. കോസ്റ്റ് ലൈൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീരദേശ വാണിജ്യം. പിന്നീട് കച്ചവട വിഭാഗത്തിൻ്റെ കരവഴിയുള്ള വാണിജ്യമാണ് നമ്മളുടെ ഇൻലാൻഡ് ട്രേഡ് എന്ന് പറയുന്നത്. ദ മേജർ എക്സ്പോർട്ട് ഐറ്റംസ് വർ കോട്ടൺ, ഫാബ്രിക്സ്, ഇൻഡിഗോ, സോൾട്ട് ആൻഡ് ഷുഗർ. പരുത്തിത്തുണികൾ, നീലം, ഉപ്പ്, പഞ്ചസാര എന്നിവയായിരുന്നു പ്രധാനമായി ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തത്. ഇനി ഇമ്പോർട്ട് ചെയ്ത ഐറ്റംസ്, ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തത് മെറ്റൽസ്, ലെതർ, വെൽവെറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഹോഴ്സ്. ദെൻ ദി അറബ്സ് വർ ദി മിഡിൽമെൻ ഇൻ ദി ഇമ്പോർട്ട് ഓഫ് ഹോഴ്സ് ഫ്രം സെൻട്രൽ ഏഷ്യ. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഉണങ്ങിയ പഴങ്ങളായിരുന്നു. പിന്നീട് കുതിരകളെ ഇറക്കുമതി ചെയ്തിരുന്നല്ലോ. അപ്പോൾ കുതിരകളെ ഇറക്കുമതി ചെയ്തപ്പോൾ അറബികൾ വഴിയായിരുന്നു മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കുതിരകളെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത്. കുതിരകളെ കച്ചവടം ചെയ്തിരുന്നവർ ദക്ഷിണേന്ത്യയിൽ കുതിരച്ചെട്ടികൾ എന്ന പേരിലാണ് അറിഞ്ഞിരുന്നത്. അത് ഓർത്ത് വെക്കുക. ദെൻ കുതിരച്ചെട്ടീസ്. ഇൻ സൗത്ത് ഇന്ത്യ ദി ഹോഴ്സ് ട്രേഡേഴ്സ് were known as കുതിരച്ചെട്ടീസ്.
Earlier, the Arabs had upper hand in these trades. With the arrival of Portuguese, the Arabs lost their influence over this trade and the Portuguese gained the upper hand. ആദ്യമേ അറബികൾക്കായിരുന്നു കുതിര കച്ചവടത്തിലൊക്കെ സ്വാധീനവും അപ്പർ ഹാൻഡ് എന്ന് വെച്ചാൽ മേൽക്കൈയൊക്കെ ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി പോർച്ചുഗീസുകാർക്കായി അതിൻ്റെ മേലുള്ള സ്വാധീനവും ആധിപത്യവുമൊക്കെ. അറബികൾക്ക് ആ സ്ഥാനം നഷ്ടപ്പെട്ടു. The direct trade between India and Europe began with the arrival of Vasco da Gama at Calicut in 1498. അപ്പം ഇന്ത്യയും യൂറോപ്പുമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ട്രേഡ് ആരംഭിച്ചത് വാസ്കോ ഡി ഗാമയുടെ വരവോടുകൂടിയാണ് 1498. The Dutch, the English and the French landed in India for trade ഫോളോയിങ് ദ പോർച്ചുഗീസ്. പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ് ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ ഇന്ത്യയിൽ വന്നത്. ദ ചീഫ് ഐറ്റംസ് ദേ കളക്റ്റഡ് ഫ്രം ഇന്ത്യ വർ സ്പൈസസ്, ഫാബ്രിക്സ്, ഇൻഡിഗോ, ഷുഗർ ആൻഡ് സോൾട്ട്. അപ്പം ഇന്ത്യയിൽ നിന്നും അവർ കളക്ട് ചെയ്തിരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് സുഗന്ധവ്യഞ്ജനങ്ങളും തുണിത്തരങ്ങളും, പിന്നീട് ഇൻഡിഗോ നീലം, പഞ്ചസാര, പിന്നീട് ഉപ്പ് എന്നിവയാണ്. The major shift in the trade relation was the mutual rivalry among the Europeans for establishing monopoly of trade, which converted India as a ground for the imperialist wars. അപ്പം ട്രേഡ് റിലേഷനിൽ മാറ്റങ്ങൾ ഉണ്ടായത് എപ്പോഴാണെന്ന് വെച്ചാൽ യൂറോപ്യൻസ് തമ്മിൽ ഒരു പരസ്പര വൈരാഗ്യമുണ്ടായി. ഇന്ത്യയിൽ നിന്നും സാധനങ്ങളൊക്കെ കച്ചവട സാധനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി. അങ്ങനെ ഇന്ത്യയെ അവരുടെ ഒരു ഇമ്പീരിയലിസ്റ്റ് വാറിനുള്ളൊരു ഗ്രൗണ്ടാക്കി മാറ്റി. എന്ന് വെച്ചാൽ അവരുടെ അധികാരം സ്ഥാപിക്കുവാനായിട്ടുള്ളൊരു ഗ്രൗണ്ടാക്കി മാറ്റി. അവരുടെ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം കാണിക്കാനായിട്ട് അവർ തുടങ്ങി. ഇറ്റ് വാസ് ദ ഇംഗ്ലീഷ് ഹു എമേർജ്ഡ് ആസ് ദ വിന്നേഴ്സ് ഇൻ ദി കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷനിൽ വിജയിച്ചത് ഇംഗ്ലീഷുകാരായിരുന്നു. റൂളേഴ്സ് അഡോപ്റ്റഡ് സെവറൽ മെഷേഴ്സ് ഫോർ ദി പ്രോഗ്രസ് ഓഫ് ട്രേഡ്. ഭരണാധികാരികൾ കച്ചവടത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പല മെഷേഴ്സും പല നടപടികളും സ്വീകരിച്ചു. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റഡ് റോഡ്സ് കണക്റ്റിംഗ് മേജർ സിറ്റീസ്. അതായത് പ്രധാന സിറ്റികളെ ബന്ധിപ്പിച്ചുകൊണ്ട്, നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകൾ നിർമ്മിച്ചു. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാൻഡഡ് ലോൺസ് ടു ട്രേഡേഴ്സ്. അതായത് കച്ചവടക്കാർക്ക് വായ്പകൾ നൽകി. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റഡ് സരായിസ്. 4 ഇംപ്ലിമെൻറ്റഡ് യൂണിഫോം ടാക്സേഷൻ. അടുത്തത് പോസ്റ്റൽ ഫെസിലിറ്റീസ് വെർ മെയ്ഡ് എഫിഷ്യൻറ്റ്. ദെൻ ഇംപ്ലിമെൻറ്റഡ് എഫിഷ്യൻറ്റ് കോയിനേജ് സിസ്റ്റം. എന്ന് വെച്ചാൽ സരായികൾ പണിതു. സരായികൾ എന്ന് വെച്ചാൽ വിശ്രമ കേന്ദ്രങ്ങളാണ്. പിന്നീട് ഏകീകൃത നികുതി സമ്പ്രദായം നടപ്പിലാക്കി. തപാൽ സംവിധാനം കാര്യക്ഷമമാക്കി. പിന്നീട് കാര്യക്ഷമമായ ഒരു നാണയ സംവിധാനവും നടപ്പിലാക്കി, കോയിനേജ് സിസ്റ്റം. An efficient coinage system existed in the Sultanate period. Tanka, the silver coin, and Jital, the copper coin, were in use at that time. Sher Shah made drastic reforms in coinage. The rupee, a silver coin he introduced, survived for long. Emperor Akbar issued the silver coin called Jalali and the gold coin called Ilahi. സുൽത്താനേറ്റ് പീരീഡിൽ, അതായത് സൽത്തനത്ത് കാലത്ത് തന്നെ കാര്യക്ഷമമായിട്ടുള്ള ഒരു നാണയ വ്യവസ്ഥ ഉണ്ടായിരുന്നു. തങ്ക എന്ന വെള്ളി നാണയവും ജിത്തൽ എന്ന ചെമ്പ് നാണയവുമാണ് അക്കാലത്ത് ഏറെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. നാണയ വ്യവസ്ഥയിൽ ഷെർഷാ കാര്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹം പ്രചാരത്തിലാക്കിയ വെള്ളി നാണയമായ റുപ്പി ദീർഘകാലം നിലനിന്നു. അക്ബർ ചക്രവർത്തി ജലാലി എന്ന പേരിൽ വെള്ളി നാണയവും ഇലാഹി എന്ന സ്വർണ്ണ നാണയവും പുറത്തിറക്കി. ഈ പേരുകളൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം. അപ്പോൾ ഇത്രയും പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിറ്റീസ് ഇൻ ദി മിഡീവൽ ഇന്ത്യയെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.